നമസ്കാരം. വി ഡി സതീശന്റെ ബഡ്ജറ്റിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ബഡ്ജറ്റിനെ ഏറ്റവും ഈ ഇടക്കാലത്ത് മാറി മാറി വന്ന സർക്കാരുകൾ അവതരിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു ബഡ്ജറ്റിനെ വലിയ എന്തോ സംഭവമായിട്ട് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതിലെ ഉഡായിപ്പ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഇന്ദിരാ ഗ്യാരണ്ടി ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എവിടെ? ഇന്ദിരാ ഗ്യാരണ്ടി കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ സഹായം, ധനസഹായം എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എവിടെ? NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ വി ഡി സതീശൻ പറഞ്ഞത് ബഡ്ജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അത് കേട്ട് കുറെ ആൾക്കാർ അടിപൊളി അടി ഇങ്ങനെ അടിച്ചിരുന്നല്ലോ. എന്നിട്ട് എവിടെ ബഡ്ജറ്റിൽ? ആശമാരുടെ ഓണറേറിയത്തിൽ വർധനവില്ല. ഓണറേറിയം 21,000 ആക്കുമെന്നായിരുന്നല്ലോ UDFന്റെ പ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും പൂർണ്ണമായും നടപ്പിലാക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനം നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനിടെ പറഞ്ഞത്. എന്നാൽ ജൂൺ 15 ആരംഭിച്ച സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഒതുക്കിയ അവസ്ഥയിലാണെന്നുള്ളതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. കേരളത്തിലെ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ ഇളവ് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. സ്വകാര്യ ബസ്സുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചു, എന്നാൽ അവരുടെ ആവശ്യമൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതും ബഡ്ജറ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ചില ത്രൈമാസ നികുതികളൊക്കെ 50% എന്നതുകൊണ്ട് ഈ പറയുന്ന സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി മാറിക്കിട്ടുമോ? KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി തന്നെ ആ സ്വകാര്യ ബസ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്? ഞങ്ങളും സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കാം, പക്ഷേ KSRTCക്ക് സർക്കാർ കൊടുക്കുന്നത് പോലെ ആ ഒരു നഷ്ടം നികത്താനുള്ള തുക അത് ഞങ്ങൾക്ക് തന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ബഡ്ജറ്റിൽ അങ്ങനെ ഒന്ന് കണ്ടോ? ഇല്ല. ഇപ്പൊ എന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇവരുടെ അസോസിയേഷന്റെ ആവശ്യങ്ങൾ സത്യം പറഞ്ഞ ഈ ബഡ്ജറ്റിൽ പരിഗണിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരെയൊന്നും നമ്മുടെ വി ഡി സതീശൻ മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. വയനാട് ടൗൺഷിപ്പിനെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. വയനാട് വിഷയം നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ഉള്ളുലപ്പിച്ച ഒരു സംഭവമായിരുന്നു, നമ്മുടെയൊക്കെ കണ്ണു നിറപ്പിച്ച ഒരു സംഭവമായിരുന്നു. അത് ഇന്നും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. ആ വിഷയത്തെപ്പറ്റി, ആ ടൗൺഷിപ്പിനെ പറ്റി ഒരു അക്ഷരം ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ LDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ നമ്മൾ അത് കണ്ടിരുന്നു കേട്ടോ. പ്രവാസി ക്ഷേമ പെൻഷനും മുടക്കി, ക്ഷേമ പെൻഷൻ വർധനവിനെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റുഹുഡ് നികുതി 15% ഉയർത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാന് വെറും 10 കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതിനൊക്കെയല്ലേ വാരിക്കോരി പൈസ അനുവദിക്കേണ്ടത്. ഇവിടുത്തെ ലഹരി മാഫികളെയൊക്കെ പൂട്ടിക്കെട്ടണ്ടേ നമുക്ക്. പക്ഷേ വെറും 10 കോടി രൂപ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ നൽകണമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ആ വിഷയത്തിലെ പ്രതികരണം. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവർത്തികൾ പുനരാരംഭിക്കുമെന്ന് കൂടി ബഡ്ജറ്റിൽ പറയുന്ന കാഴ്ച കണ്ടു. എത്ര കോടി മുടുക്കി എന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് കേട്ട വഴി തന്നെ ഒരു ചിരിയൊക്കെ പാസ്സാക്കി പോകുക, അതൊക്കെ നമ്മൾ ഒരുപാട് നടത്തിയിട്ടുള്ളതാണെന്നേ എന്ന രീതിയിൽ ചിരിയൊക്കെ പാസ്സാക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. അത് അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ അവിടുത്തെ ബ്ലോക്കെങ്കിലും മാറും എന്നാണ് പറയാനുള്ളത്. കാര്യം നിങ്ങളുടെ പ്രഖ്യാപനങ്ങളൊക്കെ സത്യത്തിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പെട്രോൾ ഡീസൽ വിലകയറ്റം വലിയൊരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലോ. അത് തടയാൻ വേണ്ടി കേരളത്തിന്റെ നികുതി ഒഴിവാക്കുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിങ്ങനെ ബഡ്ജറ്റ് നോക്കിയിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സതീശേട്ടൻ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നികുതി ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അദ്ദേഹം CM ആയി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പൂക്കി മുഖ്യമന്ത്രിക്ക് ആ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല, അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പാചകവാതക സിലിണ്ടർ വില പിടിച്ചു നിർത്താനും സംസ്ഥാനത്തെ വിലകയറ്റം തടയാനും ബഡ്ജറ്റിൽ ഒരു വിസ്മയവും അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും നമ്മൾ ഈ ബഡ്ജറ്റിൽ കണ്ടില്ല എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ മറ്റൊരു വാഗ്ദാനമായ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന സംശയവും ഒക്കെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉറപ്പാക്കുമെന്നായിരുന്നല്ലോ UDFന്റെ വാഗ്ദാനം. അപ്പൊ നമ്മൾ ഓർത്തത് ഈ ബഡ്ജറ്റ് എന്തോ മലമറക്കുമെന്നൊക്കെ നോക്കിയിരുന്നപ്പോ എന്താണ് കണ്ടത്? ഇതിനായി വെറും 10 കോടി രൂപയാണ് സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് നടപ്പിലാക്കാൻ 10 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു. ലോകബാങ്ക് പോലും ഈ കോമഡി കണ്ട് പൊട്ടിച്ചിരിക്കും എന്റെ സതീശ. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനായി UDF നടത്തിയ പല വമ്പൻ പദ്ധതികൾക്കും നാമമാത്രമായ തുകയാണ് ബാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടുകൂടിയ ഉള്ളതായി മാറിയിരിക്കുന്നു UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് എന്നുള്ളത് ബഡ്ജറ്റ് മുഴുവനായിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. സ്പേസ് ഇക്കണോമിയിൽ
സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെയൊക്കെ ഇത് മനസ്സിലായി. കരിമണൽ ഖനനത്തിനും സ്വകാര്യ നിക്ഷേപത്തെ ആശ്രയിക്കുമെന്നാണ്. അതായത് ധാതുഖനനം മുഴുവൻ അങ്ങ് ആ രീതിയിൽ കൊടുക്കും എന്നാണ് UDFന്റെ ബഡ്ജറ്റിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലേക്കും സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാനത്തെ വിഭവങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്ന കാഴ്ചയാകും ഇനി കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് തന്നെയാണ് ഇനി സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെ വികസനം എന്ന പേരിൽ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നതെന്നുള്ള സൂചന ഇതിനോടൊപ്പം തന്നെ ലഭിച്ചു കഴിഞ്ഞു. കൊല്ലം, ബേപ്പൂര്, അഴീക്കൽ തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളുടെ അടക്കം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമെന്ന് ആണ് ഇന്നത്തെ ബഡ്ജറ്റിലൂടെ സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ തകർക്കാൻ പുതിയ UDF സർക്കാർ ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ ഇവിടെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. പലതും കാത്തുനിന്ന, പല ജനക്ഷേമ പ്രവർത്തനങ്ങളും കാത്തിരുന്ന ജനങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഇല്ലാതായി പോയിരിക്കുന്നത്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ആശ്വാസമാകേണ്ട പദ്ധതികളോടാണ് ഈ വി ഡി സതീശൻ സർക്കാർ കടുത്ത അനാസ്ഥ കാട്ടിയിരിക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന പദ്ധതികളും ഉദ്യോഗാർത്ഥികൾക്കായി വിഭാവനം ചെയ്ത കണക്ട് ടു വർക്ക് പദ്ധതിയും നിലവിൽ മുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പെൻഷൻ വിതരണത്തിലും സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയും പ്രവാസി പെൻഷനും ധനകാര്യ വകുപ്പ് മനഃപൂർവ്വം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ധനകാര്യ വകുപ്പ് എന്ന് പറയുമ്പോൾ മൂപ്പരാണല്ലോ അതിന്റെ മന്ത്രി എന്ന് പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത നിർധനരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന LDFന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി 2025 ഒക്ടോബർ 29 പ്രഖ്യാപിച്ചത്. പദ്ധതിക്കായി അന്ന് 3720 കോടി രൂപ ഇടത് സർക്കാർ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൃത്യമായി തുക അനുവദിക്കുകയും അന്ന് ചെയ്തിരുന്നതാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ 2 മാസമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും പൂർണ്ണമായി നിർത്തിയിരിക്കുകയാണ്. ഇനി KM ബാലഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. ആദ്യത്തെ കാര്യം, ഈ സ്റ്റേറ്റിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മോശമാണെന്ന് പറഞ്ഞാണ് ആദ്യത്തെ ഒരു കുറെ പാരഗ്രാഫ്. വാസ്തവത്തിൽ അതിനോടൊപ്പം അവർ പറഞ്ഞു ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,500 കോടിയോളം നമ്മൾ വെച്ചിരുന്നു, അത് കിട്ടാത്ത സ്ഥിതിയുണ്ട്. പ്ലാൻ കട്ട് ചെയ്തതിനകത്ത് വലിയ തോതിലുള്ള കട്ടിങ് വന്നിട്ടില്ല, ബാക്കി റവന്യൂ ഒക്കെ ഉണ്ട്. പ്ലാനിന്റെ 5000 കോടി കട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റ് അല്ലാതെ, അതായത് 5000 കോടി കട്ട് ചെയ്താൽ 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന റവന്യൂ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും തുകയേക്കാളും താഴെ പോകേണ്ട കാര്യമില്ല. അപ്പൊ അതൊന്നും കൃത്യമായി പഠിക്കാതെ പറഞ്ഞതുകൊണ്ടാണ് അത് വന്നത്. സ്റ്റേറ്റിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അത്ര മോശമല്ല എന്നുള്ളതും നികുതി പിരിവ് വളരെ മോശമാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു. മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രി കൂടി ആകുമ്പോൾ അത് വെച്ചിട്ട് പറയാൻ പാടും. ഇപ്പൊ സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ച് CNDIയുടെ റിപ്പോർട്ട് ജൂൺ 16 പ്രസിദ്ധീകരിച്ചാണ്. ഈ ജൂൺ 16 പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിനകത്ത് അതിന്റെ രണ്ടാമത്തെ പേജ് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിനെ സംബന്ധിച്ച് പൊതുവിൽ സ്റ്റേറ്റുകളുടെ പറയുമ്പോൾ അതിനകത്ത് പറയുന്നു, ദ ടോപ്പ് 7 സ്റ്റേറ്റ്സ് ഡ്യൂറിംഗ് 2024-25 the top 7 states whose SOTR contributed up to 60% of revenue receipts were Gujarat, Haryana, Karnataka, Kerala, Maharashtra, Tamil Nadu and Telangana. ഇത് 10 വർഷക്കാലത്തെ കണക്കെടുത്തിട്ട് കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് CNDI റിപ്പോർട്ടാണ്. അതിനകത്ത് കേരളം അതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 60%-ലധികം SOTR ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററുമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല. കേരളത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധനകാര്യമന്ത്രി അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നുള്ളൂ. അപ്പൊ ആ കാര്യം ഇതിനകത്തുണ്ട്. നികുതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ റവന്യൂ സൈഡിൽ കാണിച്ചിട്ടില്ല. പക്ഷെ നികുതിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് നിലവിലെ നമ്മുടെ മദ്യം സംബന്ധിച്ച് 2 തരത്തിലുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം പ്രൊമോട്ട് ചെയ്യാൻ, വീര്യം കുറഞ്ഞ മദ്യം വൈൻ ഉണ്ടാക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പോളിസി പറഞ്ഞിരുന്നു. നേരത്തെ ഒരു ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞതാണ്. അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫ്രൂട്ട്സിനെ ഉപയോഗിച്ചിട്ട് മദ്യം ഉണ്ടാക്കുമ്പോൾ അതിന് വൈനിന്റെ അതേ റേറ്റ് തന്നെ 86% വൈനിന്. ബിയറിനാണെങ്കിൽ 120% വരെയുള്ള 116% ബിയറിന്. വിദേശ മദ്യത്തിന് 251%. പക്ഷെ കേരളത്തിൽ വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, വീര്യം കുറഞ്ഞ ആൽക്കഹോൾ വൈൻ എന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നതിനകത്ത് ആൽക്കഹോൾ ഉണ്ടെങ്കിലും ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നത് വൈനായിട്ട് കണക്ക് വെക്കുന്ന ബിയർ വേറൊരു കാറ്റഗറിയാണ്. അതേസമയം ആൽക്കഹോളിനകത്ത് എത്ര വെള്ളം ചേർക്കുന്നോ അല്ലെങ്കിൽ എന്താണോ അത് ലൈറ്റ് ആക്കുന്നോ അനുസരിച്ചിട്ടാണ് അതിന്റെ ഈ ലഹരിയുടെ പ്രസന്റ് വരുന്നത് ആൽക്കഹോൾ. അങ്ങനെ വരുമ്പോൾ 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% പുതിയൊരു നികുതി ഫിക്സ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് 10 മുതൽ 20% വരെയുള്ള മദ്യത്തിന് 175% ഫിക്സ് ചെയ്തിരിക്കുന്നു. വിദേശ മദ്യത്തിന് 251%. അവിടെയാണ് 120% വളരെ വീര്യം കുറഞ്ഞ ഒരു മദ്യം
കൂൾ ഡ്രിങ്ക്സ് പോലെ വ്യാപകമായി ഉപയോഗിക്കാൻ നിർബന്ധിതമാക്കുന്ന തരത്തിലേക്ക് ഒരു സാധനം വരികയാണ്. ഇതുവരെ കേരളത്തിൽ ഇതെനിക്കറിയുന്നത് എന്താ വെച്ചാൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും വരുമല്ലോ. അപ്പൊ അങ്ങനൊരു കാര്യം ഈ ബഡ്ജറ്റിനകത്തോട് ഒടിച്ചു കടത്തിയിട്ടുണ്ട്. വിശദമായ കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രാഥമികമായിട്ട് അത് കേട്ടതെന്നുള്ളതാണ് പറയുന്നത്.